Hi all, എല്ലാവർക്കും PINNACLE അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞു, മാത്തമാറ്റിക്സ് ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റിന്റെ മോഡൽ എക്സാം കഴിഞ്ഞു. കഴിഞ്ഞ 8-ാം തീയതിയാണ് നമ്മൾ എന്തിന്റെ കഴിഞ്ഞത്, മാത്തമാറ്റിക്സിന്റെ മോഡൽ എക്സാം കഴിഞ്ഞത്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചതെന്ന്. നമ്മൾ ലൈവ് വന്നായിരുന്നു, ലൈവ് നിങ്ങൾ കുറച്ചുപേർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നന്ദിയുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ പേർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. അപ്പോൾ നമുക്ക് കൂടുതലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ വന്ന കാര്യത്തിലേക്ക് കടന്നു പോവാം, സമയം വെറുതെ കളയുന്നില്ല. അപ്പൊ ആദ്യം വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചോദിച്ചത്, ക്വസ്റ്റ്യൻ പൂർവാധികവും ചോദിച്ചത്. ഒരു 17 മാർക്കും അത്രയും സംതിങ് മാർക്കുകൾക്ക് മാത്രമേ ഉള്ളൂ എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. നോൺ ഫോക്കസ് ഏരിയ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എവിടെ തന്നെയാണ്, ഫോക്കസ് ഏരിയ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പൊ നടന്ന മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ മാത്രം വെച്ച് പഠിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് വെച്ച് പഠിക്കുക. ആ ടെക്സ്റ്റിന്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള എക്സസൈസ് ഫുൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉറപ്പായിട്ട് നേടാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം, ഒരു വർഷമാണ് ഇതെന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 17-ാം തീയതി തുടങ്ങാമായിരുന്ന എക്സാം നേരെ എടുത്ത് മാറ്റി ഏപ്രിൽ 8-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. മാത്സിന് 4 ദിവസം ഗ്യാപ്പ് എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോഴത്തെ എക്സാം. ഇപ്പൊ നമുക്ക് 2 ദിവസം ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. മാർച്ചിൽ എക്സാം ആയിരുന്നെങ്കിൽ ഏപ്രിൽ 4 ദിവസം ഗ്യാപ്പ് എങ്ങാനും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. ടൈമോട് നോക്കിയേക്കണം കേട്ടോ, എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, നേരത്തെ കണ്ടതിൽ ഓർമ്മ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വന്ന കാര്യം ഇതാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് വെച്ച് വളരെ സിമ്പിൾ ആണ് വന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റിൽ നിന്ന് അതേപോലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഇനി നിങ്ങൾക്ക് പറയാൻ വന്ന കാര്യം, ആദ്യത്തെ 6 ചാപ്റ്റർ മാത്തമാറ്റിക്സിന്റെ ആദ്യത്തെ 6 ചാപ്റ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 60 മാർക്ക് മേടിക്കാൻ പറ്റും. ആ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ മോഡൽ എക്സാം വെച്ചാണ് ഞാൻ പറയുന്നത്. 6 ചാപ്റ്റർ, ആദ്യത്തെ 6 ചാപ്റ്റർ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വരെയാണ് മാത്തമാറ്റിക്സിന്റെ ആദ്യത്തെ 6 ചാപ്റ്റർ. അങ്ങനെ ഒന്ന് പറയാം. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മൂന്നാമത്തെ മെട്രിക്സ്, നാലാമത്തെ ഡിറ്റർമിനൻസ്, അടുത്ത 5-ാമത്തെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, 6-ാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പൊ ഈ ഇത്രയും 6 ചാപ്റ്റേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർ ഫോക്കസ് പോയിന്റ് പറഞ്ഞ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ്, അതിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. പഠിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു കാര്യത്തിൽ മറക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ എന്തിന്റെയാ ഡിറ്റർമിനൻസ് അതുപോലെ മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കി എത്ര മാർക്ക് അറിയാവോ. ഡിറ്റർമിനൻസ് 15 മാർക്കോളം ഉണ്ട്, അതുപോലെ മെട്രിക്സ് 14 മാർക്കോളം ഉണ്ട്. അങ്ങനെ 29 മാർക്ക്. അതായത് നമുക്ക് ആകെ എക്സാം നടക്കുന്നത് 60 മാർക്കിനാണ്. ഈ 60 മാർക്കിന്റെ നേരെ പകുതിക്ക് 1 മാർക്കിന് കുറവേ ഉള്ളൂ. അത്രയും മാർക്ക് ചോദിച്ചിരിക്കുന്നത് എവിടുന്നാണ്, ഡിറ്റർമിനൻസ് ചെയ്യുന്നു, മെട്രിക്സ് ചെയ്യുന്നു. അപ്പൊ ആ 2 ചാപ്റ്റർ വെറുതെ കളയുന്ന ഒരു സാധനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം അത്. സം ഓഫ് ദ സിമ്മട്രിക്, സ്ക്യൂ സിമ്മട്രി തുടങ്ങിയ ക്വസ്റ്റ്യൻസുകൾ അവർ ചോദിച്ചിരിക്കുന്നത് നോക്കി 6 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. LPP ക്വസ്റ്റ്യൻ അതും 6 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ സിമ്പിൾ അല്ല LPP കണ്ടുപിടിക്കാനായിട്ട്. എന്ത് കണ്ടുപിടിക്കുക, അതിന്റെ സൊല്യൂഷൻ റീജിയൻ കാണും. ആ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കാരണം എന്താ, നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കുന്ന ലീനിയർ ഇനിക്വാലിറ്റി എന്ന ചാപ്റ്ററാണ്. പിന്നെ കോർണർ പോയിന്റ് കാര്യമേ ഉള്ളൂ. കോർണർ പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടുപിടിക്കുക, ചിലപ്പോൾ ഒരെണ്ണം കിട്ടത്തില്ല, അത് വിട്ടേക്ക്. അറിയാവുന്ന കണ്ടുപിടിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് മാക്സിമം കണ്ടുപിടിക്കാനോ മിനിമം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സംശയം വരും. അത്രയും എഴുതി വെക്കുക മക്കളെ. അപ്പൊ നിങ്ങൾക്ക് 5 മാർക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യാതെ വരരുത്, ഇതിലേക്ക് പോകരുത്. ഇപ്പോഴത്തെ കാര്യമല്ല, ഫൈനൽ എക്സാമിന്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഫോക്കസ് ഏരിയയെ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയാം, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കിട്ടാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനകത്തുള്ള സബ്ജക്റ്റുകളുടെ ഏതെങ്കിലും ലിങ്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ നെയിം അടിക്കുക, കൂടെ PINNACLE അക്കാദമിയോട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കിട്ടുന്നതാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, മെട്രിക്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അതുപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അതുപോലെ ഇന്റഗ്രൽസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അല്ല, കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത് അത് കുറച്ച് വീഡിയോസ് ആണ് കിടപ്പുണ്ട്. അപ്പൊ അത്രയും വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കണം. അതായത് നിങ്ങൾ ആ ഒരു സെർച്ച് ബാറിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ വീഡിയോ കിട്ടുകയും ചെയ്യും. ഇനി
അപ്പം ഞാൻ പറഞ്ഞു വന്നത് 6 ചാപ്റ്റേഴ്സ്, അതായത് 6 ചാപ്റ്റേഴ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് കരസ്ഥമാക്കണം. അപ്പോൾ നമ്മൾ എക്സസൈസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. ഇനി നമ്മുടെ ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്നുള്ളത്. ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1-1 ഫംഗ്ഷൻ ഉണ്ട്, on-to ഫംഗ്ഷൻ എന്തുണ്ട്, 1-1 ഫംഗ്ഷൻ ഉണ്ട്, on-to ഫംഗ്ഷൻ ഉണ്ട്. ദെൻ ഒരു 1-1 ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ സപ്പോസ് ഒരു ഫംഗ്ഷൻ f of x തരികയാണ്, നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യുകയാണ്, ഒരിക്കലും തിയററ്റിക്കൽ ആയിട്ട് പറയാൻ വേറെ രീതി, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ എന്ത് വരുന്നു, f of x വരുന്നു. എന്ത് വരുന്നു, ഒരു ഫംഗ്ഷൻ f of x തരികയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, f of x1 equal to f of x2 എന്ന് വിളിക്കുന്നു. വെറുതെ വിളിക്കുക f of x1 equal to f of x2. അങ്ങനെ വിളിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്, x1 equal to x2 എന്നാണ് അവസാനം കിട്ടുന്ന ഉത്തരം എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1-1 ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, 1-1 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി on-to കളിക്കുന്നത് എങ്ങനെയാണ്, എഴുതി വെച്ചോ. കോഡൊമൈൻ എന്ന് പറയുന്ന സാധനം എന്തിന് ഈക്വൽ ആണെങ്കിൽ, റേഞ്ചിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, on-to എന്ന് പറയാം. ഒരു ഫംഗ്ഷൻ 1-1 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻജക്റ്റീവ്, on-to ആണെങ്കിൽ പറയുന്ന പേരാണ് സർജക്റ്റീവ്. ഇനി 1-1 on-to ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ബൈജക്റ്റീവ് എന്ന് പറയും. അപ്പൊ ഈ പേര് മറന്നുപോയി, ഏതൊക്കെ പേര്, ഇൻജക്റ്റീവ്, സർജക്റ്റീവ് ആൻഡ് ബൈജക്റ്റീവ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, ടു ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ, ടു ചെക്ക് ദ സർജക്റ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ, ടു ചെക്ക് ദ ബൈജക്റ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പഠിക്കണം, പഠിക്കാതെ പോകരുത്. ഇനി എഫ് കോമ്പോസിറ്റും ജിയും ജി കോമ്പോസിറ്റും എഫ്, അത് കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കാതെ വിടരുത്. എഫ് കോമ്പോസിറ്റ് കമ്പൈൻ ചെയ്യുക, ജി കോമ്പോസിറ്റ് എഫ് തമ്മിൽ കമ്പൈൻ ചെയ്യുക. നമ്മുടെ മോഡൽ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കാണാനുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നമ്മൾ കണ്ടു നോക്കുക, അപ്പൊ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ അടുത്ത ഇൻവേഴ്സ് ട്രിഗണോമെട്രി ചാപ്റ്ററിനകത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. tan inverse x plus tan inverse y equal tan inverse x plus y divided by 1 minus xy എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനൊക്കെ ചോദിക്കാം. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ അടുത്ത വർഷം അടുത്ത ഈ വരുന്ന എക്സാമിന് ചോദിക്കാൻ പറഞ്ഞാൽ മെട്രിക്സ് എഴുതാൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ സം ഓഫ് ദി സിമെട്രിക് ആൻഡ് ടു സിമെട്രിക് മെട്രിക്സ്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഷുവർ ആണ് എഴുതി വെക്കുക. ഓക്കെ, ഡിറ്റർമിനൻസിന് ചോദിക്കാൻ പറ്റുന്ന സിസ്റ്റം ഓഫ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ചോദ്യം വരും. ഇപ്പോഴും 6 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അതുകൊണ്ട് നോക്കിക്കൊണ്ട് പോകാതിരിക്കരുത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി ഒന്നെങ്കിൽ k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ a യുടെയും b യുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ കാണും. ഡിഫറൻഷ്യബിലിറ്റിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, ആ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ട് പോകും. കൂടുതൽ ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ കുറിച്ചായിരിക്കാം, അത് പഠിച്ചുകൊണ്ട് പോവുക ചെയ്യാം. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് അത് മാക്സിമം മിനിമത്തിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, കുറെ ചാൻസ്. അല്ലെങ്കിൽ എന്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, നിങ്ങൾ നോർമലും ടാൻജന്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പിന്നെ ഒരു എന്ത് പറയുന്ന ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് റേറ്റ് ഓഫ് ചേഞ്ച് വരുന്ന ആദ്യത്തെ ഒരു പാർട്ടുണ്ട്, ഒരു റേഡിയസ് ഇത്ര റേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഏരിയ എന്തുമാത്രം പോകുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ നോക്കണം, നോക്കാതിരിക്കരുത്. ഓക്കെ, ഇനി ഇന്റഗ്രൽസ് ആകെ പഠിക്കണം 3 ടൈപ്പ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇന്റഗ്രൽസ് ആർക്കും ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ ആണ്, പഠിക്കാൻ ശ്രമിച്ചേ വരുള്ളൂ. ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസ് ആദ്യത്തെ ഒരു കാര്യം, അതായത് ഏരിയ ബിറ്റ്വീൻ ഓൺലി 1 കർവ്, ഒരു കർവിന് അടക്കമുള്ള ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. 2 പോർഷൻ നമുക്കുള്ളത്, അതിൽ ഒരു കർവിന് അടക്കമുള്ള ഏരിയ കാണുന്ന പോർഷൻ നമുക്ക് പഠിക്കാമാണ്. അതിൽ എക്സസൈസ് എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് ചെയ്ത് പഠിച്ചോണ്ട് പോകുക. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഫൈനൽ എക്സാമിന്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് കഴിഞ്ഞു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് ഓർഡർ ഡിഗ്രിയും കാണുന്ന ഷുവർ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിരിക്കും. പിന്നെ ചോദിച്ചിരിക്കുന്ന വേരിയബിൾ സെപ്പറബിൾ ഫോം, ആ ക്വസ്റ്റ്യൻ ഒന്നും നമ്മുടെ ഇപ്പോഴത്തെ വന്നു കണ്ടില്ല, പക്ഷെ വേണമെങ്കിൽ എന്ത് ചോദിക്കാം, മോഡൽ എക്സാമിൽ ചോദിക്കാം. എന്തിന്റെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് തന്നിരിക്കുന്ന വേരിയബിൾ സെപ്പറബിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനുശേഷം വരുന്ന വെക്ടറും 3 ഡയമെൻഷണൽ ജോമെട്രി. വെക്ടർ ഓൾജിബ്രയ്ക്കകത്ത് ചോദിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് ഡോട്ട് പ്രോഡക്റ്റിന്റെയും ക്രോസ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ചോദിച്ചിട്ടില്ല, ചോദ്യം വരും. ഓക്കെ, മറന്നു, ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ അടുത്ത ചോദ്യം വരാം. ഇനി അടുത്താണ് 3Dക്കകത്ത് ലൈനിന്റെ 2 ഇക്വേഷൻസ് പഠിക്കാറുണ്ട്, പ്ലെയിന്റെ 3 ഇക്വേഷൻസ് പഠിക്കാം. അത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് മാത്രമേ പോകാവുള്ളൂ. അതിനുശേഷമുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് LPP പ്രോബബിലിറ്റി. LPP പറയേണ്ട ആവശ്യം നേരത്തെ തുടങ്ങിയപ്പോഴേ പറഞ്ഞ കാര്യമാണ്. ആ വരയ്ക്കുന്ന കാര്യം വരയ്ക്കണം, കോർണർ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, വരയ്ക്കുകയും ചെയ്ത് അതിന്റെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. പിന്നെ കോർണർ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കണ്ടുപിടിക്കുക, അവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കുക, മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ നിർത്തുക. അത്രയെങ്കിലും മാർക്ക് നമുക്ക് കിട്ടത്തില്ലേ, കൊണ്ട് കളയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. പിന്നെ പ്രോബബിലിറ്റിക്കകത്ത് ഇൻഡിപെൻഡന്റ് ഇവന്റും അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുമാണ്
കണ്ടീഷണൽ പ്രോബിലിറ്റി. അപ്പോൾ അത് നല്ലതായിട്ട് നോക്കുക. ഇപ്പം ഞാൻ ഓടിച്ചു വിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം കുറച്ച് കുട്ടികൾ വേണമെങ്കിൽ ഇപ്പം എക്സാം കുറച്ച് മാറ്റി വരുമ്പോൾ അപ്പം നമുക്ക് കുറച്ച് കയ്യിൽ പഠിക്കാനുള്ള റിലാക്സേഷനൊക്കെ പോയി കാണും. അത് വേണ്ട, നിങ്ങൾ പഠിക്കുക. അപ്പം ആ ഒരു മറന്ന കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലേക്ക് ഓടിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രം കുറെ പോയിന്റ്സ് നിങ്ങളൊക്കെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പഠിക്കാതിരിക്കൽ ഈ കാര്യങ്ങൾ. ഇനിയും ഞാൻ പറയാനുള്ള അടുത്തൊരു കാര്യം, ഞാൻ 3 കാര്യങ്ങൾ ഉദ്ദേശിച്ചത് വന്നത്. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു, മാത്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ച് പറഞ്ഞു. മാത്സ് ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ചോദിച്ച മാർക്കിന്റെ കാര്യം കണ്ടന്റ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ ആദ്യത്തെ 6 ചാപ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. പഠിക്കാതെ ഒന്നും പഠിക്കാൻ പറ്റാത്ത ആദ്യത്തെ 6 ചാപ്റ്ററുകൾ പഠിച്ചോട്ടെ പോകാവുള്ളൂ. ബാക്കി നല്ല മാർക്ക് സ്കോർ ചെയ്ത് A+ അതിന്റെ മണ്ടല്ല A+ ലെവലോട് കൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഫുള്ള് പഠിച്ചുകൊണ്ട് പോവുക. നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പൊ അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ചാനലിനകത്ത് ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളായി നമ്മുടെ വീഡിയോസിന്റെ എണ്ണം വളരെ കുറവാണ്. +2 വന്നിട്ട് വീഡിയോസിന്റെ എണ്ണം വളരെ കുറവാണ്. ഇത് സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡിയോയുടെ ഒരു ഓപ്പണിംഗ് എല്ലാം കാണിച്ചുകൊണ്ട്, അതായത് നമ്മുടെ പഴയ സ്റ്റുഡിയോയുടെ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതൊന്നും ഞാൻ പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലുള്ള വീഡിയോസ് കുറെ വരാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പഠിപ്പിക്കുന്ന ഈ അധ്യാപകർ തന്നെയാണ് നമ്മുടെ വീഡിയോ ഇപ്പം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനാവശ്യം അവർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകും. നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തിരക്കിൽ വന്ന് പെട്ടത് കൊണ്ട് മൂലമാണ് നമ്മൾ എങ്ങോട്ടും ലാഗ് വരാൻ തുടങ്ങിയത്. യൂട്യൂബ് വീഡിയോസ് വരാണ് ലാഗ് തുടങ്ങിയത്. ഓക്കെ. നമ്മൾ ഫസ്റ്റുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നീട് എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത്? കൊറോണ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഏറ്റവും അടി കിട്ടിയ ഒരു ഫീൽഡാണ് ട്യൂഷൻ ഫീൽഡ്. ആ ഫീൽഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരും മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആർക്കും ചോദിച്ചു നോക്കി, അവർക്ക് എല്ലാവരും കിട്ടിയ പണിയാണ്. കാരണം അവർക്ക് വേറെ മാർഗമില്ല ജീവിക്കാനുള്ള ആകെ ഒരു മാർഗമാണ് ട്യൂഷൻ ഫീൽഡിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കൊറോണ വന്നപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ രീതിയിൽ വരുമാനം വരുമോ? ഒരു വരുമാനം വരുന്നത് സ്കൂളിൽ ക്ലാസ് ഇല്ല, എങ്ങും ക്ലാസ് ഇല്ല. അങ്ങനെ വന്ന സാഹചര്യങ്ങളാണ് പല അധ്യാപകരും ഓൺലൈൻ ക്ലാസ്സിലേക്കും മറ്റിലേക്കും തിരിഞ്ഞു മാറുകയും അവർ അങ്ങനെ രീതിയിലേക്ക് പോവുകയും ചെയ്തു. നിങ്ങൾ ചോദിച്ചു ഏത് അധ്യാപകരും ചോദിച്ചു നോക്കും. അവരുടെ സാഹചര്യം എന്നോട് ഞാനും പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ എങ്ങോട്ട് വന്നത്. +1 നിങ്ങൾക്ക് തന്ന വീഡിയോസ് എല്ലാം നമ്മൾ വേറെ ഓൺലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും +1 കണ്ടക്ട് ചെയ്തില്ല. കൊറോണ എന്നൊരു സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറിയത്. അത് നിങ്ങൾക്ക് നോക്കുന്ന ഒരു കാര്യം, മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ. അങ്ങനെ അതിലേക്ക് മാറി നമുക്ക് വീഡിയോസ് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷമാണ് നമ്മൾ ഈ അടുത്ത് ഫോക്കസ് ഏരിയ നമ്മുടെ ക്ലാസ്സിന്റെ വീഡിയോസ് തരാമെന്നുള്ള രീതി നമ്മൾ വന്നായിരുന്നു. അപ്പൊ ഉണ്ടായ കാരണം ഇതാണ്, നമുക്കും അതായത് ഈ നമ്മുടെ ഈ സാഹചര്യം മാറിയപ്പോൾ അതിനുള്ള നമ്മളും ജീവിക്കണ്ടേ, നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ആകെ മാർഗം ഇതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന അന്നമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ആ രീതിയിലേക്ക് മാറി. അപ്പൊ അതിന്റെ ഒരു എന്നുകൊണ്ട് കാരണം നമുക്ക് എന്ത് വന്ന യൂട്യൂബിനകത്ത് വീഡിയോ ഉള്ള സാധ്യത. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇമ്പ്രൂവ്മെന്റ് കണ്ടിന്യൂസ് ആയി വീഡിയോ തന്നില്ല എങ്കിലും ഫസ്റ്റ് ഇയേഴ്സിലെ വീഡിയോ മൊത്തം ഉണ്ടായിരുന്നു. ഇമ്പ്രൂവ്മെന്റ് സമയത്ത് നമ്മൾ ലൈവ് പോകുന്ന എല്ലാം പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയുള്ള ഫോക്കസ് ഏരിയയുടെ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, കണ്ടിന്യൂസ് വീഡിയോ ഇടുക എന്ന രീതിയിൽ നിന്നും നമ്മൾ ലൈവ് വരിക എന്ന രീതിയിലേക്കാണ് വരാൻ പോകുന്നത്. ഇങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അത് ലൈവ് വരുന്ന ടൈമും കാര്യങ്ങളും എല്ലാം കൊണ്ടൊരു പോസ്റ്റർ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ വരുന്നതായിരിക്കും, നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ലൈവ് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ആ ലൈവ് മാക്സിമം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം കണ്ടിന്യൂസ് വീഡിയോ പറഞ്ഞു വരാൻ നമ്മൾ എന്തായിരിക്കും ലൈവ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ആ ലൈവ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കും എന്നുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ വീഡിയോസ് ആവശ്യമുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അല്ല എങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് കിടക്കും. നമ്പേഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൂടെ നമ്പേഴ്സ് പോകുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ഇത്ര ചാപ്റ്റേഴ്സ് മതിയെങ്കിൽ അങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഓക്കെ ആക്കി തരാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്തുമാത്രം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ അത്രയും മാത്രമേ നമുക്ക് കൂടുതൽ ലൈവ് നിങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഒരു ബിഗ് അപ്ഡേഷനാണ് ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി കാര്യങ്ങളിലേക്ക് നിയന്ത്രിക്കാൻ പോകുന്ന രീതിയുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് ബുധനാഴ്ച
ആഴ്ച നമ്മൾ കണ്ടക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ്. സോ അപ്പം നിങ്ങൾക്ക് ആ ഒരു വീക്ക് അപ്ഡേഷൻ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കും. പിന്നക്കൾ അക്കാദമി എല്ലാ അധ്യാപകരും ചിലപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, മാത്സിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുക. കഷ്ടപ്പെട്ടാൽ ഈ ഒരു മാസത്തെ കഷ്ടപ്പാട് നിങ്ങളുടെ ഭാവിയിൽ എല്ലോളം കാലം നിലനിൽക്കും. അല്ല ഈ എക്സാം ഈ അടുത്ത മാസം എല്ലോട് എപ്പോഴും 1-ാം തീയതി തൊട്ട് കഷ്ടപ്പെട്ടാൽ മതി എന്ന് പഠിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും എങ്ങോട്ടും കരകയറാൻ പോകുന്നില്ല. സോ പഠിക്കുക, ഈ സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ നീറ്റ് പോലുള്ള എക്സാമുകളും അതുപോലെ എൻട്രൻസ് എക്സാം ഒരുപാട് എഴുതാൻ നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ അതിനും എന്ത് ചെയ്യുക, ഇതിനെ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് പോകാണ്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം എന്റെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്. വീഡിയോസ് വരാത്തതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാരണം എന്താണെന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഓരോ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം. ഈ കൊറോണ വന്ന സാഹചര്യത്തിൽ അതേ അവസ്ഥയും കാര്യങ്ങളും തന്നെയാണ് ആരുടെ വീടുകളിൽ വന്നിട്ടുള്ളത്, ഞങ്ങളുടെ വീടുകളിലും വന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട വീഡിയോസ് വരുന്നതിലൂടെ എന്തും വന്നത്, ഓൺലൈൻ ക്ലാസ്സിന് കണ്ടക്ഷനും കൂടെ വന്നത്. ഓക്കെ, അപ്പൊ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ. അപ്പം താങ്ക് യു, നന്നായിട്ട് പഠിക്കുക.